ഒടുവിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ സ്വന്തം നാട്ടിൽ T20 പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ കണ്ട ഒരു മത്സരത്തിൽ, പൂനെയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യ 15 റൺസിനാണ് വിജയിച്ചത്. ഈ മത്സരവുമായി ബന്ധപ്പെട്ടൊരു വിവാദവും ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നലത്തെ മത്സരത്തിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇന്ത്യക്ക് നേട്ടമായത്? കഴിഞ്ഞ മത്സരം പറഞ്ഞ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ T20 പോലെ തന്നെയായിരുന്നു. ഇന്നലെ രണ്ട് ടീമിനും സാധ്യതയുണ്ടായിരുന്ന മത്സരമായിരുന്നു. പക്ഷേ പകരക്കാരനായി എത്തിയ ഹർഷിദാണ് മത്സരം തിരിച്ചുവിടുകയായിരുന്നു. അത് അതിനെ ചൊല്ലി തന്നെ ഇപ്പോൾ നടക്കുന്ന വിവാദവും ഒരു ശിവൻ ദുബയ്ക്ക് പരിക്കേറ്റിട്ടാണ് പുറത്തിരുത്തിയിട്ട് ഹർഷിദാണ് ഇറക്കിയത്. അപ്പം ദുബയ്ക്ക് പകരക്കാരനായിട്ട് വരാൻ പറ്റിയ താരമാണോ റാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. അത് ബട്ട്ലറും പീറ്റേഴ്സൺ താരം ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതല്ല പകരക്കാരന്, ഇതല്ല വേണ്ടത്. പിന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ബോളറൊക്കെ പരിക്കുപറ്റിയാൽ അത് തുല്യ റോൾ ചെയ്യുന്ന ഒരാളെ ഇറക്കാനാണ് നിയമം പറയുന്നത്. അപ്പം ഓൾറൗണ്ടറാണ് ദുബായ്, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇറക്കിയത്. പക്ഷേ ഈ ഹർഷിദാണ് ഒരു ഓൾറൗണ്ടറാണ് എന്ന സംശയമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം എന്ത് തന്നെയാലും മത്സരഫലത്തെ സ്വാധീനിച്ചു. കളി പിന്നെ മികച്ച വിക്കറ്റ് 3 വിക്കറ്റോടെ കളിയുടെ നിർണായകമായ ഇത് സ്ഥാനം നേടിയിട്ടാണ് ഹർഷിദാണ് ആദ്യത്തെ മത്സരം തന്നെ അവസാനിപ്പിച്ചത്. അപ്പം അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ഇനിയിപ്പം രണ്ട് ദിവസം ചർച്ച ഉണ്ടാവുന്നല്ലാണ്ട് മത്സര ഫലത്തെ പറ്റോ ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പം 3-1 ഇന്ത്യ പരമ്പര സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ ചർച്ചകൾ ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. ശരിക്കും ചതിച്ച് തോൽപ്പിച്ചതല്ലേ എന്നൊരു സംശയം അവിടെ ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യം എത്രത്തോളം തള്ളിക്കളയേണ്ട ചോദ്യമാണെന്നുള്ളത് ഇത് ബാക്കിയാണ്. പറയുമ്പോൾ പറ്റില്ല. ക്രിക്കറ്റ് നിയമം അനുസരിച്ചാണ് ഇറങ്ങുന്നത്. അതിന് പകരം ഇറങ്ങുന്നത്. പക്ഷെ അത് ഇംഗ്ലണ്ടിന് അനുകൂലമായിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് അങ്ങനെ പറയില്ലായിരുന്നു. അല്ല, ക്രിക്കറ്റ് നിയമം അനുസരിച്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ വിക്കറ്റിൽ ബാറ്റ്സ്മാൻ ഇറക്കാം. ആ റോളിൽ താരത്തെ ഇറക്കാൻ പറഞ്ഞു. അപ്പം ദുബായ് ഒരു ഫാസ്റ്റ് ബോളർ അല്ല എന്നതാണ് വരുന്നത്. ദുബായ് ഓൾറൗണ്ടറാണ്, ഓക്കെയാണ്. പക്ഷെ ഒരു സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളർ അല്ലല്ലോ. ഒരു ബോളറാണ് ഇപ്പോൾ ഹർഷിദാണ് ഇറക്കുന്നത്. അതാണ് ഇതിൽ ചതിച്ചു ഓൾറൗണ്ടർ ആണെന്നുള്ള ഒരു ഇത് കൂടുതലാണ് ഇന്ത്യ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇതിൽ ഇപ്പൊ ബട്ട്ലർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റാണ ശിവൻ ദുബയ്ക്ക് ഈക്വൽ അല്ല എന്നുള്ളതാണ്. പിന്നെ ഈ നിയമം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ചതിച്ചു തോൽപ്പിച്ചോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ബട്ട്ലർ അടക്കമുള്ള താരങ്ങൾ പോലും അങ്ങനെ പറയില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയുടെ അല്ല, അത് ഇന്ത്യ ചതിച്ചതല്ല. ആക്ച്വലി അങ്ങനെ ഒരു ഡെസിഷൻ ഇന്ത്യ എടുക്കുന്ന സമയത്ത് ഇന്ത്യ ശിവൻ ദുബയ്ക്ക് പകരക്കാരനായിട്ട് ഹർഷിദ് റാണയെ ഇറക്കുന്ന സമയത്ത് അത് അമ്പയർ അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അമ്പയർ ആണ് അവിടെ ഒരു ഡെസിഷൻ എടുക്കുന്നത്. അപ്പൊ ആ ഒരു അതെ ആ ഒരു അർത്ഥത്തില് ICCയുടെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ അമ്പയർ അതിലൊന്നും സംശയമില്ല. പക്ഷെ ഈ പറഞ്ഞ പീറ്റേഴ്സൺ ഇപ്പം ഈ വിക്കറ്റ് എടുക്കുന്ന മുന്നേ തന്നെ പീറ്റേഴ്സൺ കമന്ററിൽ പറയുന്നുണ്ട് പകരക്കാരനല്ല. ആരോട് വേണമെങ്കിലും ചോദിച്ചാലും പറയും ദുബൈക്ക് പകരക്കാരനാണോ ഹർഷിദ് ചോദിച്ചാൽ പറയുന്നുണ്ട്. വിക്കറ്റ് എടുത്തതിന് ശേഷം ഉടലെടുത്തൊരു വിവാദമല്ല ഇത്. കളി മത്സരം നടക്കുമ്പോൾ തന്നെ ഇത് വന്നിരുന്നു. ഹർഷിദ് വിക്കറ്റ് ആദ്യം തന്നെ എടുത്തു. പക്ഷെ ഹർഷിദ് ഗ്രൗണ്ടിൽ ഇരുന്നപ്പോൾ തന്നെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വന്നിരുന്നില്ലാണ് യാഥാർത്ഥ്യം. അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ദുബൈ ഒരു മികച്ച ബാറ്റ്സ്മാനാണ്. ബാറ്റ്സ്മാൻ ആണെങ്കിലും ബോളറും കൂടി ഓൾറൗണ്ടർ എന്നുള്ള പേരുണ്ടല്ലോ. പക്ഷെ ബോളിംഗ് അത്രയും പെർഫെക്റ്റ് അല്ല. പക്ഷേ റാണയുടെ കാര്യത്തില്, ഹർഷിദ് റാണയുടെ കാര്യത്തില് ബോളിംഗിന്റെ കാര്യത്തില് പെർഫെക്റ്റ് ആണ്. ചൂണ്ടിക്കാട്ടാനുള്ള കാരണം അത് ഇംഗ്ലണ്ടിന് അത് അനുകൂലമായിട്ടില്ല ഒരു ഘട്ടത്തിൽ. കാരണം വെച്ചാൽ ദുബൈയുടെ 50 അടിച്ചിട്ട് ആണ് പിന്നെ കയറി പോകുന്നത്. പിന്നെ തിരിച്ച് ഗ്രൗണ്ടിലോട്ടേക്ക് വരുന്നില്ല. അതിന് പേരാണ് റാണ വരുന്നത്. പരിക്കേറ്റ ശേഷം ദുബൈ മാറ്റിയിരുന്നു. അല്ല, ഒരു ബോള് ഫേസ് ചെയ്തു. പക്ഷെ അതല്ല, ഇത് പരിക്ക് എന്നതിലുപരി പിന്നീട് നടക്കുന്ന പരിശോധനകളാണ്. കാരണം പ്രധാനമായിട്ട് തലക്ക് പന്ത് കൊണ്ട ഒരു സാഹചര്യത്തിൽ പിന്നീട് നടക്കുന്ന പരിശോധനകൾക്കായിട്ട് ആ താരത്തിന് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ നിയമം വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവൻ ദുബൈ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറും ഹർഷിദ് റാണ ഒരുപക്ഷെ ബോളിംഗ് കുറച്ചും കൂടി ഇതുള്ള ഒരു ഓൾറൗണ്ടറാണ് പറയാം. പക്ഷെ ഹർഷിദ് റാണ അല്ലെങ്കിൽ വേറൊരു താരത്തിനെ ഇറക്കുക എന്നതായിരിക്കും ഇന്ത്യ ചെയ്യുന്നത്. അങ്ങനെ ഒരു നിയമം ഉള്ളത് ഇന്ത്യ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. ആ നിയമത്തിന് അതായത് അമ്പയർ അത് അംഗീകരിച്ചു, അത് ഇത് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇന്നലത്തെ ഒരു വിജയം എന്ന് പറഞ്ഞ ഒരു ക്ലാസ് വിജയമായിരുന്നു. അതൊരിക്കലും ഈ ഒരു വിവാദത്തിൽ മാത്രം. ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ഘടകങ്ങൾ ഈ മത്സരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ഹർഷിദ് റാണയുടെ ഒരു സബ്ബായിട്ടുള്ള വരവ്. കാരണം രണ്ടാമത്തെ ബോളിൽ തന്നെ വന്ന് വിക്കറ്റ് എടുക്കുന്നത്, 3 വിക്കറ്റ് എടുക്കുന്ന അവസാനം 19ാമത്തെ ഓവർ എറിഞ്ഞിട്ട് നല്ലൊരു മികച്ച രീതിയിൽ പന്ത് എറിയുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. പക്ഷെ ബാക്കിയുള്ള ഘടകങ്ങൾ, അതായത് ഇപ്പോൾ ക്യാപ്റ്റൻസി, ശിവൻ ദുബയുടെ ബാറ്റിംഗ്, ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവ്, 14 ഇന്നിംഗ്സുകൾക്ക് ശേഷം ഹാർദിക്, പക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു ഇന്ത്യയുടെ ഒരു വിജയം ഒരു കോൺട്രവേഴ്സിയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന അങ്ങനെ ഒരു വിജയം അല്ല ശരിക്കും. മത്സരത്തിൽ കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ സമയത്ത് നടത്തിയിട്ടാണ് ഈ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് എന്ത് തോന്നുന്നു? സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസി കഴിഞ്ഞ 3ാം മത്സരത്തിലും അത് നിർണായകമായിരുന്നു. അത് കൃത്യമായി
കൃത്യമായ ബോളിംഗ് ചേഞ്ചുകൾ നടത്താൻ സൂര്യകുമാറിന് അത് കഴിയുന്നുണ്ട്. ഒരു മികച്ച ക്യാപ്റ്റനായിരുന്നു ഇപ്പം T20 വിലയിരുത്താൻ പറ്റുന്നതാണ്. ഈ കഴിഞ്ഞ ഇന്നലത്തെ മത്സരത്തിൽ ഉൾപ്പെടെ കണ്ടാണ് ക്യാപ്റ്റൻസിലൊന്നും സംശയമില്ല. പക്ഷേ ഈ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് നോക്കേണ്ടി വരും. നമ്മൾ പറയുമ്പോൾ ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലൊക്കെ ക്യാപ്റ്റന്മാരെന്ന് പേര് പറഞ്ഞിട്ട് സീനിയർ താരങ്ങൾ സീനിയർ നടന്മാർ പുറത്തിരുന്നിട്ട് ടീമിനെ നയിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അതുപോലെയൊക്കെയാണെങ്കിൽ ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ അത്രയും പറഞ്ഞ പോലെ ഹർദിക് പാണ്ഡ്യ 14 ഇന്നിംഗ്സിലായി 50 എടുത്ത് പറഞ്ഞു. അപ്പം ഈ സൂര്യകുമാർ യാദവ് 50 അടിച്ചിട്ട് എത്ര മത്സരമായി T20 ഇന്നിംഗ്സായി. ഇന്ത്യയുടെ സൂപ്പർ താരമാണ് T20 ഒരു ബാറ്റിംഗ് വിസ്ഫോടനം എന്നൊക്കെ പറയാം. കഴിഞ്ഞ വർഷം തുടങ്ങിയൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ എന്തായിരുന്നു അതുപോലെ നമ്മൾ സഞ്ജുവിനും പറയേണ്ടതുണ്ട്. അത് പക്ഷേ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി പറയാൻ കൂടി പറഞ്ഞാണ് അതിന്റെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം 100 മാർക്ക് കൊടുക്കുമ്പോൾ ബാറ്റിംഗിൽ 10 മാർക്ക് കൊടുക്കുന്ന ചോദ്യം അവിടെ ബാക്കിയല്ലേ. അതുപോലെ തന്നെ സഞ്ജുവിന്റെ ഒരു പ്രകടനം നിർണായകമാണ്. ഇപ്പൊ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നവര് പോലും ഇപ്പൊ കീപ്പിംഗിലും പ്രശ്നം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കളിയില് ഇന്നലത്തെ കളിയില് ഇന്ത്യ ഒരു ഷോർട്ടർ ബാറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഓർട്ടറിന് ക്യാച്ച് കിട്ടും. അത് സഞ്ജു മിസ് ചെയ്യാണ്. പക്ഷെ ആ ക്യാച്ചിൽ എനിക്കൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നല്ല ഉയർന്ന പന്തായിരുന്നു. ശരിക്കും അത് സഞ്ജുവിന്റെ ക്യാച്ചാണ്. പക്ഷെ സഞ്ജു കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് മുന്നിൽ കയറിയിട്ടുള്ളത് സഞ്ജുവിന്റെ പുറകു ഭാഗത്തേക്കാണ് ക്യാച്ച് വരുന്നത്. പക്ഷെ ആ സമയത്ത് ഗംഭീറിന്റെ മുഖം എടുത്തു പറയേണ്ടതായിരുന്നു. ബാറ്റിംഗ് പരാജയപ്പെടുന്നു എല്ലാ കളിയിലും. ആദ്യത്തെ കളിയിൽ മാത്രമാണ് ഒരു ഭേദപ്പെട്ട സ്കോർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഭയങ്കര മോശമായിരുന്നു. പക്ഷെ അത് സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നവരുടെ കാര്യം ആണ് ഇപ്പോൾ ഏറ്റവും പരിതാപകരം. കാരണം മറ്റുള്ളവർ സഞ്ജുവിനെ പോലെ ഈ നമ്മുടെ ഇവനെ പന്ത് അല്ലെങ്കിൽ ദുബെ അങ്ങനെയുള്ള താരങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. എത്ര പരാജയപ്പെട്ടാലും റിങ്കു സിംഗ് ഇവർക്ക് വേണ്ടി വാദിക്കാറുണ്ട്. സഞ്ജുവിന് വേണ്ടി വാദിക്കാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരെ ഈ സഞ്ജു തന്നെ പലപ്പോഴും നിശബ്ദരാകും ഇങ്ങനെയുള്ള ദുബെ വന്ന് ഇന്നലെ കളിച്ചു. ദുബെ 50 അടിക്കുന്നു. ഇന്ത്യൻ ടീമിൽ ഈ സൂര്യകുമാർ യാദവ് ഒഴിച്ച് നിലവിൽ ഈ നമ്മുടെ T20 എല്ലാവരും ബാറ്റിംഗിലും ബോളിംഗും തിളങ്ങി കഴിഞ്ഞു. സഞ്ജു സൂര്യകുമാർ യാദവ് മാത്രമാണല്ലോ. ഇപ്പം വിഷ്ണു ഇന്നലെ വിക്കറ്റ് എടുത്ത് വിഷ്ണുയാണ് ഇന്നലെ ക്രൂഷ്യൽ വിക്കറ്റ് എടുത്തിട്ട് പാർട്ണർഷിപ്പ് ഒക്കെ പൊളിച്ചു വരുന്നത്. സൂര്യകുമാറിനെ ക്യാപ്റ്റൻ എന്നുള്ള ഒരു പരിഗണന ഒക്കെ കൊടുക്കുമ്പോൾ സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജു ഇപ്പം സെലിബ്രിറ്റി 31 വയസ്സിന്റെ പ്രായമായി ഒരു ടീമിലെ സ്ഥാനം എന്ന് പറയുന്നത് നിലനിർത്തുക എന്നുള്ളൊരു സഞ്ജു ഇപ്പൊ 10 ടെസ്റ്റിൽ 1.5 വർഷത്തിനിടയിൽ നമ്മുടെ കോഹ്ലി സെഞ്ചുറി അടിച്ചു. 1.5 വർഷത്തിന് ശേഷമാണ് സെഞ്ചുറി അടിച്ചത്. അത്ര നാളും വലിയ ഇന്നിങ്സ് ഒന്നും പുള്ളിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതുപോലെയൊന്നും സഞ്ജുവിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. സഞ്ജുവിനെ ആരും ഇതുപോലെ പ്രതീക്ഷിക്കത്തുമില്ല. സഞ്ജു കിട്ടുന്ന അവസരങ്ങളിൽ ഇന്നിങ്സ് പുറത്തെടുക്കുന്ന മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട്. ഇനിയിപ്പം അടുത്ത മത്സരം 5ാം മത്സരത്തിൽ സഞ്ജു ഇപ്പോൾ നല്ല ഇന്നിങ്സും പുറത്തെടുത്താലും ഈ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ബി ടീമാണ് T20 കളിക്കുന്ന പറയുന്നുണ്ട്. സീനിയർ താരം കളിക്കുമ്പോൾ സഞ്ജു ആയിരിക്കും ഫസ്റ്റ് പുറത്ത് പോകുന്നത്. ഓപ്പണിംഗിൽ ഗില്ലും ജയ്സ്വാളൊക്കെ വരാനുണ്ട്. ഗില്ല് അല്ലെങ്കിൽ തന്നെ ഇപ്പം ജയ്സ്വാൾ ഇപ്പോൾ വരുമ്പോൾ തന്നെ സഞ്ജു പുറത്തേക്ക് കൊണ്ടുവരും. കീപ്പറിംഗാല് പന്തിന് ചിലപ്പോൾ തിരിച്ച് ടീമിലേക്ക് എത്താൻ പറ്റില്ല. ഇപ്പം ജൂറലായാലും നമ്മൾ പറഞ്ഞ യുവതാരം പരിഗണന വെച്ച് കിട്ടും. സഞ്ജുവിന് അത് വീണ്ടും ഈ ഒരു ഈ പരമ്പര ക്രൂഷ്യലായിരുന്നു സഞ്ജുവിന്. കഴിഞ്ഞ പ്രകടനം തുടരാനായിരുന്നെങ്കിൽ സഞ്ജു സ്പോട്ട് ഉറപ്പിക്കുമായിരുന്നു. അടുത്ത ലോകകപ്പിലെ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്താൽ മതിയായിരുന്നു. അടുത്ത കളി 5ാമത് മത്സരമാണ്. അതിന് റിസൾട്ട് എന്തായാലും നമ്മൾ ഈ പരമ്പരയെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ നമ്മൾ ഇന്നലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ 10 റൺ എടുക്കുന്ന ആ ഒരു സമയത്ത് 3 വിക്കറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നു. ഒരു പുതിയൊരു ബൗളർ വന്ന്, അതായത് മുന്നത്തെ മത്സരങ്ങളൊന്നും കളിക്കാത്ത ഒരു ബൗളർ സാക്കിബ് വന്നിട്ട് 3 വിക്കറ്റ് എടുക്കുന്ന ഇന്ത്യ ഒരു വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ കൃത്യമായൊരു ഇന്നിങ്സോട് കൂടിയിട്ട് അഭിഷേക് ശർമ്മയും അതുപോലെ റിങ്കു സിംഗും കൂടി പതുക്കെ കളി ഇതാക്കുന്ന സമയത്ത് പക്ഷെ വീണ്ടും വിക്കറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 5 വിക്കറ്റ് പോകുന്നു. ആ സമയത്ത് ദുബെയും അതുപോലെ ഹാർദിക് പാണ്ഡ്യയും കളിച്ച ഇന്നിങ്സ്. ഇപ്പൊ ദുബെയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ആദിൽ റഷീദ് എന്ന് പറയുന്ന വലിയൊരു ത്രെട്ടിനെ ഒരു പരിധി വരെ മാറ്റി നിർത്തിയത് ദുബൈ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ മത്സരം കഴിഞ്ഞ ശേഷം ഒരു പോസ്റ്റ് കാണുമായിരുന്നു. എവിടെയുള്ള സ്പിന്നർമാർ ഏത് കൊലകൊമ്പന്മാരാണെങ്കിലും വരട്ടെ, ഇവിടെ ദുബൈ ഉണ്ട് എന്നുള്ള ഒരു സംഭവം. അപ്പൊ ആദിൽ റഷീദിന് 2 6 അടിക്കുന്നുണ്ട്, 2 ബൗണ്ടറി നേടുന്നുണ്ട്. ഒരു പരിധി വരെ ആദിൽ റഷീദിന്റെ ത്രെട്ട് അവിടെ ഒഴിവാക്കിയിട്ട് ഒരു മികച്ച പാർട്ട്ണർഷിപ്പ്. അതെ, ആ സമയത്ത് ഹാർദിക് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് പേസർമാര് തിരിച്ചു വന്നപ്പോ ഹാർദിക് ഇത് ഏറ്റെടുത്ത് ഈ അടിക്കുക എന്നുള്ളത് ഏറ്റെടുത്ത്. ഇപ്പൊ ഇതേ സാക്കിബിനെ 2 6 അടിക്കുന്നുണ്ട്. ദുബൈനെ നമുക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുത്താവുന്ന പ്ലെയറാണ്. അദ്ദേഹം ചെന്നൈ ടീം IPL ചെന്നൈ ടീമിന് ഭാഗമാണ്. അതായത് ധോണിയുടെ ഒരു പുള്ളിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള പ്ലെയറാണ് ദുബൈ. പക്ഷേ ഈ പ്രശ്നത്തില് ഇന്ത്യൻ ടീമിന് ഇപ്പം വളരെ കുറച്ച് അവസരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹം ഈ ഇന്നലെയാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരിക്കുന്നത്. T20 ലോക ടീമിൽ ഉൾപ്പെട്ടാൻ കാണും. അന്ന് കാര്യമായിട്ട് പ്രകടനം പുറത്തെടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും 11 ഇന്നിങ്സുകൾക്ക് ശേഷമാണ് 50 അടിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ മുമ്പ് അടിച്ച 2 50 ബാക്ക് ടു ബാക്ക് 50s ആയിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരെയാണ് 50 അടിച്ചത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങൾക്ക് ഒരു വലിയൊരു പ്രശ്നം ഈ മധ്യനിരയായിരുന്നു. ഇന്ത്യയുടെ മധ്യനിര ഓപ്പണിംഗിൽ മുൻനിരയിൽ ഏതെങ്കിലും ഒരു താരം കളിക്കുന്നതിലോ പ്രശ്നം ഉണ്ടായിരുന്നു. മധ്യനിര നമുക്ക് ആരും സപ്പോർട്ട് ഉണ്ടായില്ല. ഹർദിക്കൊക്കെ ഒന്ന് പിടിച്ചിരുന്നു, അക്സറും ഡിഫെൻഡ് ചെയ്തു മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ നമ്മൾ ആ സമയത്തേക്ക് ഇപ്പോൾ റിങ്കു സിംഗും ദുബൈയും വരുമ്പോഴേക്കും അത് മാറി വന്നു. ഹർദിക്കും കൂടെ ഫോമിൽ തമ്മിലേക്ക് ഇന്ത്യയുടെ മധ്യനിര സ്ട്രെങ്ത് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് സഞ്ജു
സഞ്ജു സൂര്യകുമാറും കൂടെ ഫോമിലേക്ക് എത്തിയാൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാർ ഓക്കെ ആവും. അഭിഷേകും തിലകും ഓക്കെയാണ്. പിന്നെ ഒരു മത്സരമല്ല മറ്റു മത്സരത്തിൽ ഫോം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ബാറ്റിംഗ് നിര നല്ല സ്ട്രെങ്ത് ആവും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞാൽ ഇപ്പം സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിയിലുള്ള സൂര്യകുമാർ ഇപ്പം ജിബിൻ പറഞ്ഞ അവസരം കിട്ടിയേക്കാം. സഞ്ജുവിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്ത മത്സരം പിന്നെ സഞ്ജുവിനും കൂടി നിർണായകമാണ്. 5ാമത്തെ മത്സരം അത് തിളങ്ങിയാലും എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഇന്ത്യയുടെ ഇത് പോകുന്നത്. ഇപ്പോൾ ബോളർമാരുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പറഞ്ഞത് ബിഷ്ണോയ് ആയിരുന്നു. പിന്നെ ഒരു നിറം മങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ ബിഷ്ണോയ് തിരിച്ചു വന്നു. ബിഷ്ണോയുടെ ഇത് തെളിയിച്ചു. അപ്പം ഹർഷദാണോ വന്നപ്പോൾ ഹർഷദാണെ ഓക്കെ. പക്ഷെ ഷമി ഇപ്പം അടുത്ത വർഷത്തിൽ വീണ്ടും പുറത്തിരിക്കേണ്ടി വരുമെന്ന സംശയം ബാക്കിയാണ്. അഷ്ദീപ് ഇന്നലെ ഷമീനെയാണ് പുറത്തിരുത്തിയത്. അപ്പം സ്പിൻ പിച്ചായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പം വീണ്ടും ഒരു പിന്നെ ഇന്ത്യൻ ടീം സ്ട്രെങ്ത് വരികയാണ്. അപ്പോൾ 1-2 താരങ്ങൾ വീണ്ടും പുറത്തേക്ക് വല്ല വഴിയും കൂടെ തെളിയിക്കുവാണെന്നാണ് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സ്പിന്നർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റിംഗ് തുടങ്ങിയതിന് ശേഷം ആ ഒരു എന്താ പറയുക, അവര് അനായാസമാണ് ബാറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ഡക്കറ്റിന്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6ഉം ആണുള്ളത്. അദ്ദേഹം സ്കോർ ചെയ്യുന്ന ഒരു ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേ ഉപയോഗപ്പെടുത്തുന്നുള്ള സാധനം. കാരണം ഇതിന്റെ പുറത്ത് ഫീൽഡേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഇത് പവർ പ്ലേയുടെ ഒരു ഇത് കോൺഫിഡൻസോട് കൂടിയിട്ട് പുള്ളി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനെടുത്ത് പറയേണ്ട കാര്യം സ്പിന്നർമാരെ വരവാണ്. സ്പിന്നർ വന്നു 3 വിക്കറ്റ് തുടർച്ചയായി 3 ഓവറുകളിൽ 3 വിക്കറ്റ് എടുത്ത് അത് അവിടെ നിന്നാണ് കളി മാറുന്നത്. പക്ഷെ പിന്നീട് ഹാരിബ്രൂക്കിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ വരുൺ ചക്രവർത്തിയുടെ ബോളിന് ഒരു പരാജയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ പുള്ളി ആദ്യത്തെ ബോളിൽ തന്നെ ആ ഒരു അറ്റാക്കിംഗ് ഇന്റൻഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. 2ാമത്തെ ബോള് ഒരു ബൗണ്ടറി നേടുകയും ചെയ്ത് വരുൺ ചക്രവർത്തിക്കെതിരെ. എന്നിട്ട് അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ട് പുള്ളിക്ക് മാറി. ആ ഒരു അറ്റാക്ക് കണ്ടപ്പോ കളി കയ്യിൽ നിന്ന് പോയി തന്നെ വിചാരിച്ചു. അവസാനത്തെ 19 ഓവർ വരെ ഇംഗ്ലണ്ട് ജയിസായത് വളരെ കൂടുതലാണ്. കാരണം ഓപ്പൺ സൈഡിൽ നിൽപ്പുണ്ട്, മറ്റേ സൈഡിൽ ആദിൽ റഷീദ് ഉണ്ട്. ആദിൽ റഷീദ് മോശം ബാറ്റ്സ്മാൻ ഒന്നുമല്ല. ഒരു 6 അടിക്കുകയും ചെയ്യും. അത് ബോളിംഗ് ചെയ്യും, ബാറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷോട്ടുകൾ കളിക്കാനുള്ള, പക്ഷേ ഒരു സ്ട്രൈക്ക് മാറാൻ ആദിൽ റഷീദിന് മടിയാണ്. അതെ, അല്ല എനിക്ക് തോന്നുന്നു ഓവർട്ടൺ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയോ, ഞാൻ അടിച്ചു ജയിക്കും എന്നുള്ളതാണോ. സിംഗിൾ ഓടിയിട്ടില്ല. പക്ഷെ അപ്പൊ ഓട്ടം വലിയ ഷോട്ട് കളിക്കും, ബൗണ്ടറി വേണം ലക്ഷ്യമിട്ടിരുന്നു. പക്ഷെ അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയം അതാണ് ഇവർക്ക് കളി നഷ്ടപ്പെടുത്തിയത് എന്നുള്ളൊരു പോയിന്റ്. ഇന്ത്യ ഉറപ്പിച്ചത് ആ ഒരു മൂവ്മെന്റ് ആണ്. കാരണം അവസാന ബോളിൽ ഓട്ടന്റെ വിക്കറ്റ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഹർഷിതാണ് വിക്കറ്റ് എടുക്കുന്നത്. അത് സ്ട്രൈക്ക് മാറിയില്ലെങ്കിൽ ചിലപ്പോ ഈ ഔട്ട് തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതെ അതെ, ശരിയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇനിയിപ്പോ ഒരു പരമ്പരയ്ക്ക് ഒരു പ്രാധാന്യം കുറവാണ്. കാരണം ഓൾറെഡി ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞു. പക്ഷെ അവസാന മത്സരത്തിൽ അതെ ഒരു ചൂട് ഉണ്ടാവും എന്നുള്ളത് ഉൾപ്പെടുന്ന കാത്തിരിക്കുന്നതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഹർഷദീപിനെ പുറത്തെടുത്ത് ഹർഷദീപിന് വിശ്രമം വീണ്ടും അനുവദിച്ചിട്ട് ഹർഷദാണെങ്കിൽ ചിലപ്പം ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദുബ തിരിച്ചെത്തും അറിയില്ല, ദുബിന്റെ പരിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഹർഷദാണെതിരെ ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് എങ്ങനെയാണ് നേരിടുമെങ്കിലും ആ ഒരു ഇപ്പോഴത്തെ ചൂട് പിടിച്ച വിവാദത്തിന് അതെ, എനിക്ക് തോന്നുന്നു മുംബൈയിൽ ഒരു ഫയർ വർക്ക്സ് തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് സൂര്യകുമാർ യാദവ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു മികച്ച വെടിക്കെട്ട് ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാം നല്ല രീതിയിൽ കാണാനാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതെ, തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും വേണം. കാരണം ഈ ഒരു സീരീസിൽ നമ്മളത് കണ്ടില്ല. അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നത് ഒരുപാട്. സഞ്ജുവിനും ആഗ്രഹം ഉണ്ടായേക്കാം. അതെ.